ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ ഓർ ലൈഫാണ് കേട്ടോ. അമ്മ ഒരു 7:30 ആകുമ്പോൾ ഞങ്ങളെ വന്ന് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എണീക്കുന്നേ ഇല്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അമ്മ പുറത്ത് വന്നിട്ട് നല്ലോണം പ്രകൃതി ആസ്വദിക്കുകയാണ് കേട്ടോ. രാവിലെ പ്രകൃതി കാണാൻ ഭയങ്കര രസമാണെന്ന് അമ്മ പറയാറ്. രാവിലെ വന്നിട്ട് അതൊക്കെ ഒന്ന് കാണണമെന്ന്. പിന്നെ രാവിലെ ഞങ്ങൾ കട്ടൻ കാപ്പി കുടിക്കാറ്. അപ്പോൾ അതിൻ്റെ വെള്ളം വെച്ചുകൊണ്ടിരിക്കാം കേട്ടോ അമ്മ. ഇങ്ങനെ കട്ടൻ കാപ്പിയൊക്കെ ആയി. പിന്നെ റൂമിൽ വന്നിട്ട് കർട്ടനൊക്കെ മാറ്റി ഒരു 7:45 അന്നേരം പിന്നെയും ഞങ്ങളെ വന്ന് വിളിക്കാറുണ്ട് അമ്മ. തണുപ്പായതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു കിടക്കാൻ. എനിക്കിങ്ങനെ പുതച്ച് മുടി കിടക്കാൻ, തണുപ്പുള്ള സമയം പുതച്ച് മുടി കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അമ്മേനെ കുലുക്കി വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കാൻ കേട്ടോ. ഏച്ചിയും അതുപോലെ തന്നെ. എനിക്ക് എണീക്കാനേ തോന്നുന്നുണ്ടായില്ല. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എണീച്ചിട്ട് മുഖമൊക്കെ കഴുകി ബ്രഷിൽ പേസ്റ്റ് ആക്കിയിട്ട് പല്ല് തേക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു ക്യാമറയിൽ നോക്കി ഒരുക്കാൻ ചിരിക്കാൻ. അപ്പം ഞാൻ കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ പല്ല് തേച്ചിട്ട് വരട്ടെന്ന് പറയാണ്. പിന്നെ ഏച്ചി സിറ്റ് ഔട്ട് നിന്നാണ് കേട്ടോ പല്ലിയക്കാറ്. ഞാൻ മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ചെടിയൊക്കെ നോക്കിയിട്ടാണ് പല്ല് തേക്കാറ്. എനിക്ക് ആ ശീലം അച്ഛൻ പഠിപ്പിച്ച് തന്നെയാണ് കേട്ടോ. അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ അങ്ങനെ ചെടിയൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് പറയാറ്. പിന്നെ അമ്മ കാപ്പി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. സിറ്റ് ഔട്ടിൽ നിന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. നമ്മൾ രാവിലത്തെ ഇവിടുത്തെ കാഴ്ച കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതുപോലെ സ്കൂളില്ലാത്ത സമയം നിങ്ങൾ ഇവിടെ നിന്നാണ് കേട്ടോ കാപ്പി കുടിക്കും. നാളെ സ്കൂൾ തുറക്കുകയാണ്, ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കുബൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കുബൂസ് ആയതുകൊണ്ട് അമ്മ പറഞ്ഞു മുട്ട വെച്ചിട്ട് ഒരു സ്പെഷ്യലാക്കി തരാമെന്ന്. അപ്പോൾ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മ. അപ്പോൾ മുട്ടയൊക്കെ ഒഴിച്ച് ലാസ്റ്റ് വറവാക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ കുബൂസ് എടുത്ത് ഓവനിൽ വെച്ച് ചൂടാക്കി. അങ്ങനെ നമ്മളെ മുട്ടയൊക്കെ ആയപ്പോൾ അമ്മ ചൂടായ കുബൂസിൽ അത് വെച്ചിട്ട് അങ്ങനെ കുറച്ചും കൂടി പരത്തി വെച്ച് കുറച്ചധികമൊക്കെ വെച്ചിട്ട് സോസ് ഒഴിക്കുകയാണ് കേട്ടോ. സോസൊക്കെ ഒഴിച്ചിട്ട് റോളാക്കി. അതായത് നമ്മളൊരു ഷവർമ പോലെ ചെയ്യാനായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെ എഗ് റോളാണ്. അപ്പോൾ അങ്ങനെ ചുരുട്ടിയിട്ട് അമ്മ ഞങ്ങൾക്ക് കഴിക്കാൻ തന്നിരുന്നു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞങ്ങളിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ല, പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഏച്ചി വന്ന് ചോദിച്ചത് എന്താ കാണുന്നത്. ഞാൻ പറഞ്ഞു പോപ്പട്രോളിന്. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 6th പഠിക്കുന്നിട്ട് ഞാൻ കുറച്ച് ചിരിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ NCCൻ്റെ ടൂറ് പോവാണ്. 31st രാത്രി 8 മണിക്കാണ് പോകുന്നത്. ബാംഗ്ലൂരു, മൈസൂര്, വണ്ടർലൊക്കെയാണ് പോകുന്നത്. അപ്പം നല്ല തണുപ്പായിരിക്കും. അവിടെ ഞാൻ തെർമൽസ് അതൊക്കെ എടുത്തു വെക്കുകയാണ്. ഡ്രസ് പാക്കിംഗ് ആണ്. ഞാൻ ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോകേണ്ടത്. ഇവക്ക് ദേഷ്യമുണ്ട്, കുശുമ്പ് ദേഷ്യം എല്ലാം ഉണ്ട് ഇവളെ കൂട്ടാതെ. പിന്നെ കണ്ണു കൂട്ടാൻ ദേഷ്യമില്ലേ ചേച്ചി പോയാൽ ഞാനും ഇവളും അമ്മയും കൂടി ഒറ്റയ്ക്ക് പോകുന്ന പറയുന്നത്. അപ്പൊ അതിന്റെ ദേഷ്യമൊക്കെ ഉണ്ട് ഇവക്ക്. ഇതാണ് ഞാൻ കൊണ്ടുവന്ന ബാഗ്. ഒന്നിതും ഈ ബോക്സ് ബാഗ്, പിന്നെ ഇതും 3 ബാഗ്. 2 ദിവസം ട്രിപ്പിന് 3 ബാഗാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഈ ബോക്സ് ബാഗ് എനിക്ക് അമ്മ മേടിച്ചു തന്നെ. ടൂർ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് അമ്മേനോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ മേടിച്ചു തന്നെ. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം വെച്ചാൽ മാസ്ക് ഉണ്ട്. ബാംഗ്ലൂർക്ക് പോകുന്നത് മാസ്ക് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അവിടുന്ന് കുറച്ച് മേടിക്കാനുള്ള പോക്കറ്റ് മണീസ്, വിൻഡോസ്, ടിഷ്യൂ പേപ്പർ, ഇത്രയും ബാഗിൻ്റെ. ബാംഗ്ലൂർക്ക് ഇപ്പം നല്ല തണുപ്പായ സീസണാണ്. അപ്പോൾ തെർമൽസ് ഒക്കെ എടുത്തിട്ടാണ് നഷ്ടത്തിൽ പോകുന്നത്. തെർമൽസും സ്വെറ്ററൊക്കെ എടുത്തിട്ടാണ് തിരിച്ച് ടൂറിന് പോകുമ്പോൾ കൊണ്ടുപോകുന്ന സ്നാക്സ് ആണ് കേട്ടോ ഇത്. കുർക്കുറേൻ്റെ ലേസ്, തേൻ മിഠായി, പച്ചക്കടല, നബാത്തി. ഇതെല്ലാം ബാക്കി കൊണ്ടുവരും. എനിക്ക് ഇല്ല, കൂട്ടുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് കഴിച്ചിട്ടില്ല ഇത്. അപ്പൊ ഗൈസ് ഇനി കുറച്ച് ഉണ്ണിയപ്പം കൂടി ബാഗിൽ വെക്കണം. ഇത് കൊള്ളൂല, ഇത് ഞാൻ എടുക്കാം.
ഞാൻ പാക്ക് ചെയ്യട്ടെ. പാക്ക് ചെയ്ത് പകുതി കഴിയാനായി. ഇതൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പോഴാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കണം. ഇന്നലെ 7:30 ഒക്കെ ആകുമ്പോൾ ഞാൻ ഇറങ്ങും. എന്നിട്ട് രാത്രി 8 മണി അവിടുന്ന് അങ്ങനെയാണ് പുറപ്പെടുന്നത്. ഫസ്റ്റ് മൈസൂരാണ് പോകുന്നത്, എന്നിട്ടാണ് ബാംഗ്ലൂർ വണ്ടർലയിൽ പോകുന്നത്. അതിന് ഭയങ്കര കുശുമ്പും അസൂയ എല്ലാം ഉണ്ട് ഞാൻ പോകുന്നതിൻ്റെ. മൊത്തം കംപ്ലീറ്റ് ആയി. ഇത് 1ാമത്തെ ബാഗ്, ഇത് 2ാമത്തെ ബാഗ്, ഇത് 3ാമത്തെ ബാഗ്. പിന്നെ ഇത് കാണുമ്പോൾ അത്ര ഇതൊന്നുമില്ല, പക്ഷേ ഇതിനകത്ത് ഷൂ അതൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഡിക്കിയിലെ വെക്കാം ബസ്സിൻ്റെ. ഇത് രണ്ടാണ് ഞങ്ങളുടെ സീറ്റിലുണ്ടാവുക. ഇതിനകത്ത് ഫുഡ് അങ്ങനത്തെ ഇതൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റ് കാണിച്ചത് ഈ ബ്ലാക്ക് ലെങ്ത് പാൻറ്റും ആങ്കിൾ ലെങ്ത് പാൻറ്റും ഒരു ഗ്രീൻ ക്രോപ്പ് ടോപ്പാണ് ഞാൻ ഇടുന്നത്. ബ്ലാക്ക് പാൻറ്റ് വൈകുന്നേരം. പിന്നെ വാട്ടർ ബോട്ടിൽ ഞാൻ വെച്ചിട്ടില്ല, അത് വൈകുന്നേരം പോകുമ്പോൾ എടുത്ത് വെക്കും. ഇപ്പം ഞാൻ ബാക്കിയെല്ലാം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിൽ ഞാൻ ഇനി വൈകുന്നേരം എടുത്തു ഫുൾ കംപ്ലീറ്റ് എൻ്റെ ബാഗ്. ഒരാഴ്ചത്തെ ട്രിപ്പിന് പോകുന്ന പോലെ ഉണ്ട്, പക്ഷേ ഞാൻ 2 ദിവസത്തെ ട്രിപ്പിനേ പോകുന്നുള്ളൂ. ഞാൻ ക്രിസ്മസ് ട്രീ കാണിക്കുകയാണ്. ഇത് ഞാൻ ഹോം മെയ്ഡ് ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത് ന്യൂ ഇയറും കൂടി കഴിഞ്ഞിട്ട് മാറ്റി വെക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യാറ്. ന്യൂ ഇയറും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ക്രിസ്മസ് ട്രീ മാറ്റാറുള്ളൂ. അമ്മയും നന്ദവും മാർക്കറ്റ് പോവാണ് മീൻ മേടിക്കാനും. പിന്നെ എനിക്ക് ടൂർ പോകുന്നതുകൊണ്ട് ഉണ്ണിയപ്പം മേടിച്ചിരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ അത് മേടിക്കാനും കൂടി പോവാണ്. പിന്നെ അവൾ ടാർഗറ്റ് ചോക്ലേറ്റ് ആണ്, അതുകൊണ്ടാണ് അവൾ പോകുന്നത്. ഞാൻ പോകുന്നില്ല, എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. അമ്മ എന്നോട് വരുമ്പോഴത്തേക്ക് തുണിയൊക്കെ മടക്കി വെക്കാൻ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ 3 നാളങ്ങനെ പോകരുതല്ലോ, ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് പോകണ്ടേ, അതുകൊണ്ട് 2 ആൾ പോയി. അമ്മയും നന്ദുവും പോയി. നന്ദുവിനോട് ഞാൻ ചോദിക്കുകയാണ് കവറൊക്കെ എടുത്തിട്ട് പോകുമ്പോൾ മേടിക്കേണ്ട സാധനങ്ങൾ. പിന്നെ അമ്മ എന്നോട് വേറെ എന്തെങ്കിലും മേടിക്കണോ ചോദിക്കുകയാണ്. പിന്നെ ഞാൻ അമ്മേനോട് ഹായ് തരാൻ പറഞ്ഞപ്പോൾ അമ്മ വീഡിയോക്ക് ഹായ് തന്നു. പിന്നെ അവർ 2 ആളും പോവാണ്. അപ്പോൾ വെറുതെ യോഗ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തെല്ലാം മേടിക്കേണ്ട അവൾ എന്നോട് പറയാണ്, എന്നോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ വേണമെന്ന്. അമ്മയും നന്ദുവും കൂടി ബൈക്ക് കയറി പോവാണ്. ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവളെനിക്ക് ടാറ്റ എന്നിട്ട് പോവാണ്. അമ്മയും നന്ദുവും പോവാണ്. ഞാൻ ടാറ്റയൊക്കെ കൊടുത്തു. പിന്നെ അവർ പോകുന്ന വഴിയുള്ള ഒരു ക്ലിപ്പാണ്. നന്ദു ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അവർ ഭാരത്തുള്ള ഗ്രാൻഡ് ബൈക്സിലാണ് കയറിയത്. അവിടെ ഭയങ്കര നല്ല ഉണ്ണിയപ്പം കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ഉണ്ണിയപ്പം കഴിക്കാൻ. അങ്ങനെ അമ്മ കലത്തപ്പൊക്കെ നോക്കുന്നുണ്ട്, കലത്തപ്പല്ല കിണ്ണത്തപ്പം നോക്കുന്നുണ്ട്. അവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇവിടെ പിടിച്ച് ഈ 2 മാഷ്മെല്ലോ പോലത്തെ മിഠായി അവൾ മേടിച്ചായിരുന്നു. പിന്നെ ഇവൾ ഐസ്ക്രീം നോക്കാൻ വേണ്ടി പോവാണ്. ഐസ്ക്രീം ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ന്യൂ ഇയർ സ്പെഷ്യൽ കുറേ കേക്ക്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രീം കേക്ക് മേടിച്ചുകൊണ്ട് കേക്ക്സ് മേടിച്ചില്ല. പിന്നെ അമ്മ മീൻ മേടിക്കാൻ പോയി. കുറച്ച് ലേറ്റായിരുന്നു അമ്മ പോകുമ്പോൾ, അതുകൊണ്ട് കുറച്ച് മീനൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അവിടെ ആവോലിയും ചെമ്മീനുമാണ് ഉണ്ടായത്. അപ്പം അമ്മ ചെമ്മീനും ആവോലിയും മേടിച്ചു. എനിക്ക് ആവോലി അത്ര ഇഷ്ടമല്ല. ചെമ്മീൻ ഞാൻ ഫ്രൈ ചെയ്താലും കറി വെച്ചാലും കൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവർ തിരിച്ച് വന്നു. ഞാൻ ചോദിക്കുന്നുണ്ട് എന്തൊക്കെ മേടിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അവൾ പറഞ്ഞാൽ എനിക്ക് സർപ്രൈസ് തരും. സർപ്രൈസാണ് മേടിച്ച സംഭവമൊക്കെ. അമ്മ എനിക്ക് മീൻ എടുത്ത് തരുന്നുണ്ട്, ഇന്നാ മീൻ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മീൻ എടുത്തിട്ട് കൈ പിടിക്കുകയാണ്. ആവോലിയും ചെമ്മീനുമാണ് മേടിച്ചത് അമ്മ. പിന്നെ ഞാൻ ചോദിച്ചു എന്തൊക്കെ മേടിച്ചു. അന്നേരം പറഞ്ഞ സർപ്രൈസാണ്, കുറേ മേടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സർപ്രൈസ് തരുന്ന പറഞ്ഞേ. അങ്ങനെ ഹെൽമെറ്റൊക്കെ അവിടെ വെച്ച് നന്ദു എന്നോട് കുറേ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്ത് ഇത്രയും സമയം ഇവിടെ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ അവൾ അകത്ത് കയറിയിട്ട് പറഞ്ഞു വാ ഞാൻ കാണിച്ചു തരാം, അടുക്കളയിൽ പോയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവിടെ അടുക്കളയിൽ വരെ നടന്നു. അടുക്കളയിൽ നിന്ന് കാണിച്ചു തന്നു. ഈ 2 കോലുമുട്ടായി ഞാൻ നേരത്തെ പറഞ്ഞ മാഷ്മെല്ലോ തന്നെ അവൾ എടുത്തത്. പിന്നെ ഞാൻ തുണി മടക്കി വെക്കാനുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ തുണി അവിടെ വെച്ചിട്ട് മടക്കി വെക്കുന്നതിനിടയിൽ ഇവർ വന്ന് ബെല്ലടിച്ചു. എന്നാലും ഞാൻ തുറന്നെടുക്കാൻ പോയി. ഈ മാഷ്മെല്ലോൻ്റെ സാധനമാണ് അവൾ മേടിച്ചത്, അവിടുന്ന് കാണിച്ചു തന്ന സംഭവം തന്നെ. ഇത് ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല, കുറേ കണ്ടിട്ടുണ്ട്, അവിടെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞങ്ങൾ മേടിച്ചു. പിന്നെ ഉണ്ണിയപ്പം കുഞ്ഞിതാണ് മേടിച്ചത്. ഞങ്ങൾ കുഞ്ഞിതാണ് കഴിക്കാറ്. വലുത് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ വലുതങ്ങനെ ഞങ്ങൾ കഴിക്കാറില്ല. കുഞ്ഞിത് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിത് ഞങ്ങൾ കുറേ കഴിക്കാറുണ്ട്. പിന്നെ ഐസ്ക്രീം 3 ബോൾ ഐസ്ക്രീമാണ് മേടിച്ചത്. ഏതിൻ്റെയെന്നറിയില്ല, ബോൾ ഐസ്ക്രീമിൻ്റെ ഞങ്ങൾ കഴിക്കുന്നത് പണ്ട് തൊട്ടേ കഴിക്കുന്നൊരു ഐസ്ക്രീമാണ്. പക്ഷെ എനിക്ക് ഈ ബോൾ ഐസ്ക്രീമിനെക്കാട്ടും ഇഷ്ടം സിപ്പപ്പാണ്. പിന്നെ അമ്മ മീൻ മേടിച്ചില്ലേ, അപ്പോൾ ഞാൻ ചെമ്മീനിൻ്റെ 4 പോലത്തെ സാധനം മേടിച്ചിട്ട്
ചെമ്മീൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു. നന്ദു പിടിച്ച ചെമ്മീൻ അവിടെ തെറിച്ചു പോയി. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഐസ്ക്രീമിൻ്റെ സ്പൂൺ അവർ തന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ സ്പൂൺ എടുത്തിട്ട് ഇട്ടപ്പോൾ വലിയ സ്പൂണായിപ്പോയി. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല സ്പൂണ്. എങ്ങനെയെല്ലാം സ്പൂണൊക്കെ എടുത്ത് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഐസ്ക്രീം. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമാണ്. അച്ഛനും അമ്മക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐസ്ക്രീമാണ്. പിന്നെ ഡ്രീം കേക്ക് ഉണ്ടായിരുന്നു. ഇന്നലെ നെസ്റ്റോന്ന് മേടിച്ച ഡ്രീം കേക്ക്, അത് പകുതി മുക്കാൽ ഞങ്ങൾ തിന്ന് തീർത്തു ഇന്നലെ തന്നെ. പിന്നെ കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ഞാൻ ടൂർ പോകുന്നതുകൊണ്ട് ഞാൻ വെച്ച് ഇവർ മൊത്തം തിന്ന് തീർക്കുന്ന വെച്ച് ഞാൻ പകുതി തിന്ന് തീർത്തു. അങ്ങനെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ ഡ്രീം കേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അമ്മ എന്നോട് പറഞ്ഞു തുണി മടക്കി വെക്ക്. അങ്ങനെ ഞാൻ തുണി മടക്കി വെക്കുകയാണ്. കുറേ തുണി ഉണ്ടായിരുന്നു, 2 ദിവസത്തെ തുണി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ടൂർ പോകുന്നതുകൊണ്ട് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യലാണ്. പിന്നെ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കറിയും ആവോലി ഫ്രൈ ആണ്. ഞാൻ വെച്ച് ആവോലി കറിയും ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതാണ്. പക്ഷെ അമ്മ ചെമ്മീൻ കറി ആവോലി ഫ്രൈ ആണ് ചെയ്യുന്നത്. ചെമ്മീൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ തേങ്ങ അരച്ചിട്ട് ഞാൻ നന്നായി കൂട്ടുന്ന ഒരാളാണ്. എനിക്ക് ചെമ്മീൻ കറി ഈ ചട്ടിയിലിട്ട് ചെമ്മീൻ്റെ ചട്ടിയിലിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ചോറ്, മീൻ കറി, ചെമ്മീൻ കറിയും ആവോലി വറുത്തതും പിന്നെ ക്യാരറ്റും ക്യാബേജും ഇട്ട് വെച്ച വറവുമായിരുന്നു. മീൻ കറി ഉണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ കറി. തേങ്ങ അരച്ച് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ഫേവറേറ്റ് ഫുഡാണത്. എല്ലാം കൂടി കൂട്ടിയിട്ട് പിടിപിടിക്കാൻ പോയിട്ടോ നമ്മൾ. സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ചെമ്മീൻ കറി. അമ്മ തേങ്ങ അരച്ചിട്ടൊക്കെ ഒരു അടിപൊളി ടേസ്റ്റ്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.